ഹലോ അസ്സാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി ഗേളിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ റെഡ് കളറോ ക്രീമോ ഒന്നും വേണ്ട, ബേക്കിംഗ് പൗഡർ പോലും വേണ്ട. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമ്മുടെ കഴിഞ്ഞ സെക്കൻഡ് ഗീവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റായിട്ട് അത് ആർക്കൊക്കെയാണ് പ്രൈസ് കിട്ടിയതെന്ന് പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കളറിന് വേണ്ടി ഒരു റെഡ് കളർ കിട്ടാനായിട്ട് എടുത്തിരിക്കുന്ന ബീട്രൂട്ടാണ്. നമ്മുടെ സാധാരണ നമ്മുടെ കറിക്കും തോരത്തിനെല്ലാം ഉപയോഗിക്കുന്ന ബീട്രൂട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് കഴുകി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതായത് നമ്മുടെ ഇഷ്ടമുള്ള സൈസിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ ഇട്ടാൽ മതി, നല്ലതുപോലെ വെന്ത് കിട്ടും. ഞാനിപ്പോൾ സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ബീട്രൂട്ട് നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിന് വേണ്ടി നമ്മൾ മെഷർമെൻറ്റ് കപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ വീട്ടിലുള്ള ഏത് കപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു സാധാരണ ഒരു സ്റ്റീൽ കപ്പാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ ബാക്കി ചേരുവകളും എടുക്കണം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു മീഡിയം സൈസുള്ള മുട്ട. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത് ചേർക്കരുത്. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ചേർത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ബീട്രൂട്ടിൻ്റെ ചെറിയ ചെറിയ പീസ് കിടന്നാലും അത്ര പ്രശ്നമൊന്നുമില്ല, ഒരുപാട് വലിയ പീസാവാൻ പാടില്ല. ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് മൈദ എടുക്കാം. വേറൊരു ബൗളിൽ 1/4 കപ്പ് മൈദ എടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി പാൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള പകുതി പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/4 കപ്പ് പാൽ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതായത് അപ്പക്കാരം സോഡാപ്പൊടി, അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ കേക്ക് ടിന്നായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ പേപ്പർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത ബട്ടർ പേപ്പറാണ്. അപ്പോൾ അതിലോട്ട് ഇനി മാവ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. അതായത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഞാനൊരു സോസ് പാൻ ഒരു തട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിലൊന്നും അല്ല, സാധാരണ ഒരു സോസ് പാനിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് ടിൻ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 35-40 മിനിറ്റ് വേണം ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുക്കായി കിട്ടാനായിട്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള വെച്ചിട്ടാണ് ഈ ഒരു ക്രീം ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന 2 മുട്ടയുടെ വെള്ളയാണ്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നേരെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിൻ്റെ പുറത്ത്, അതായത് ഈ ഒരു ഗ്ലാസ് ബൗള് ആ ഒരു വെള്ളത്തിൽ തട്ടരുത്. തട്ടാത്ത രീതിയിൽ നമ്മൾ ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡൊക്കെ ഉണ്ടല്ലോ, ആവിയിൽ തട്ടിയിട്ട് വേകണം. ഈ ഒരു മുട്ട ഇങ്ങനെ ജസ്റ്റ് നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഇതുപോലെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ഒട്ടി പതഞ്ഞ് വരണം. ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ബീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫോർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് കൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പതഞ്ഞ് നല്ല ക്രീമി ആയിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഇതിൽ മുട്ടയുടെ മണം അങ്ങനെ ഒന്നും വരില്ല. കാരണം നമ്മൾ അത്യാവശ്യം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടാണ് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്ത് ക്രീമാക്കി എടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ മേളിൽ പ്രസ് ചെയ്താൽ മേളിലൊരു ലിങ്ക് വരും, അതിൽ പ്രസ് ചെയ്താലും വീഡിയോ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് കുക്കായെന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്.
അപ്പോൾ കേക്ക് ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാവൂ, അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ച് കൊടുത്ത ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മേളിലുള്ള ആ ഒരു കുഞ്ഞ് ലെയർ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് മാറ്റി കളയരുത്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും ഇത് ജസ്റ്റ് ചായയോടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കേക്കാണ്. പിന്നെ കളറോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ലല്ലോ. എല്ലാം ബീട്രൂട്ടും നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഇതിലോട്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 8 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച ആ ഒരു ഷുഗർ സിറപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ക്രീമും കൂടെ, ആ ഒരു എഗ് വൈറ്റിൻ്റെ ക്രീമും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ക്രീം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എനിക്കങ്ങനെ ഒരുപാട് ക്രീം കേക്കിന് വേണമെന്ന് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് മാത്രമേ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് അതിലും കൂടെ കേക്കിൻ്റെ ക്രീം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ഞാനിവിടെ സാധാരണ ഒരു കാർഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എൻ്റെ അനിയനും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇപ്പോൾ വ്ളോഗ്സ് ഒന്നും ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊരു അടിപൊളി വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചാനലിൻ്റെ പേര് നിഹാൽ ഷസർ ഹബ്ബ് എന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ഫ്രണ്ട് ടോപ്പായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഏറ്റവും മേളിലും ലാസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ നമുക്ക് ഇന്നും ഒരുപാട് വിഷസ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്. പിന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അതുമാത്രമല്ല വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. പിന്നെ ഈ ഒരു കേക്കിന് അല്പം കൂടെ കളർ വേണം, നല്ല കളർ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ബീട്രൂട്ട് വളരെ കുഞ്ഞ് ബീട്രൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ കേക്കിന് നല്ല റെഡ് കളർ തന്നെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് കളറോ ഫ്ലേവേഴ്സോ ക്രീമോ ഒന്നും തന്നെ വാങ്ങണ്ട. വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പ് പോലും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഗീവ് അവേയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ഗീവ് അവേയിലെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം 1616ഓളം കമൻറ്റ് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് ഗീവ് അവേയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ അതിൽ നിന്ന് കമൻറ്റ്സ് സെലക്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 4 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഫസ്റ്റ് 2 വിന്നറിന് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അഭയാണ്. പിന്നെ സെക്കൻഡ് 2 വിന്നേഴ്സിന് ക്യാഷ് പ്രൈസാണ് 500 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിങ്ക്, നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യും ഇവിടെ. എന്നിട്ട് നമ്മുടെ ഏത് ടാഗാണോ കൊടുത്തത്, അതായത് സിംപ്ലി കേളി വിത്ത് ഷപ്ന ഷൈൻ എന്ന് പറയുന്ന ആ ഒരു ടാഗ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കമൻറ്റ് സെർച്ച് ചെയ്യും. അപ്പോൾ എത്ര പേര് ഈ കറക്റ്റായിട്ടുള്ള കോഡ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ 527 പേര് കറക്റ്റായിട്ട് കോഡ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ 527 പേരിൽ നിന്ന് ആർക്കാണ് ഫസ്റ്റ് കിട്ടിയെന്ന് നോക്കാം. സോണിയ എസ് ജോണി. അപ്പോൾ ഫസ്റ്റ് വിന്നർ സോണിയ എസ് ജോണിയാണ്. കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ പിക്ക് അനദർ വിന്നർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് വിന്നർ എന്ന് പറയുന്ന സിന്ധു ദേവിയാണ്. കൺഗ്രാജുലേഷൻസ് ഡിയർ. ഇനി നമുക്ക് ക്യാഷ് പ്രൈസ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. പ്രീതി മോൾ 2. കൺഗ്രാജുലേഷൻസ് ഡിയർ. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇനി ഒരു വിന്നറിനെയും കൂടെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, ഐശ്വര്യ സെബാൻ.
ഐശ്വര്യ സെബാൻ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഈ വിന്നേഴ്സായ 4 പേർക്കും കൺഗ്രാജുലേഷൻസ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ ഇമെയിൽ വഴി കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നല്ല ഹ്യൂജ് സപ്പോർട്ടാണ് ഈ ഒരു ഗീവ് അവേക്ക് തന്നത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു അടിപൊളി ഗീവ് അവേ നടത്താം. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.